പ്രണയതാണ്ഡവം. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 25. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ലക്ഷ്മിയും തൊഴിലുറപ്പ് പണിയുമായി ഇപ്പോഴും യോജിച്ചു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പക്ഷേ ബാലയുടെ മുന്നിൽ തോൽക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ സഹിച്ചു പിടിച്ച് സുമയോടൊപ്പം ജോലിക്ക് പോകുന്നു എന്നേ ഉള്ളൂ. അവിടെയുള്ളവരുടെ വർത്തമാനവും കളിയാക്കലും ഒന്നും അവൾക്കത്ര ഇഷ്ടമാകുന്നില്ലെങ്കിലും എന്തുകൊണ്ടോ വായടച്ച് മിണ്ടാതെ ഇരിക്കുന്നു. ചില നേരങ്ങളിൽ അവൾ വല്ലാതെ പൊട്ടിത്തെറിക്കും. അപ്പോൾ രമണിയുമായി വഴക്കുണ്ടാക്കുകയും ചെയ്യും. രമണിക്കാണെങ്കിൽ ലക്ഷ്മിയെ കാണുന്നത് തന്നെ ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയാണ്. അവളെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ രമണിക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏകദേശം 1.5 ആഴ്ച കൊണ്ട് തന്നെ ലക്ഷ്മി ഒരു കോലത്തിലായി. പക്ഷേ എങ്കിലും കയ്യിൽ കിട്ടുന്നതുമൊക്കെ വാരി വലിച്ചു തിന്ന് തൻ്റെ സൗന്ദര്യം നിലനിർത്താൻ ലക്ഷ്മി പെടാപ്പാട് പെടുന്നുണ്ട്. ഇതിനിടയിൽ അനിലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും അറിയാൻ കഴിയില്ലെന്നുള്ളതാണ് അവളുടെ ആകെ സങ്കടം. തൊഴിലുറപ്പ് പണിക്ക് ഇറങ്ങിയത് തന്നെ ഇതിൽ നിന്നും കിട്ടുന്ന ശമ്പളം വാങ്ങി ഒരു ചെറിയ ഫോണെങ്കിലും വാങ്ങണം. പൊട്ടിയ മൊബൈലിലെ സിം കാർഡ് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയ ഫോൺ കിട്ടിയാൽ ഉടനെ അനിലിനെ വിളിക്കണമെന്നാണ് കരുതിയത്. അതാണ് അവൾ ഈ അപമാനമൊക്കെ സഹിച്ച് തൊഴിലുറപ്പിന് വരുന്നത് പോലും. ലക്ഷ്മിയിൽ നിന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് വീട്ടിലിപ്പോൾ അല്പം സമാധാന അന്തരീക്ഷമുണ്ട്. ആദിയും ബാലയും തമ്മിൽ ഇപ്പോൾ പഴയതിനേക്കാൾ സംസാരവും ചിരിയുമുണ്ട്. ഇന്ന് ആദി ബാല വരുന്നതിന് മുൻപേ തന്നെ പുറത്തേക്ക് പോയി. എന്തോ അത്യാവശ്യമുണ്ടെന്നാണ് മംഗലത്തമ്മ പറഞ്ഞത്. രാവിലെ ഒന്നും കഴിക്കാതെ പോയെന്നറിഞ്ഞപ്പോൾ ബാലയ്ക്ക് വിഷമം തോന്നി. താൻ അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. മംഗലത്തമ്മയുടെ റൂമിൽ ചെന്നപ്പോൾ അലക്കാനുള്ള തുണികൾ ഒരുപാട് കിടക്കുന്നത് കണ്ടു. അലക്കിയിട്ടാവാം ബാക്കി പണിയെന്ന് കരുതി രാവിലെ തന്നെ അലക്കാനുള്ള പരിപാടികൾ തുടങ്ങി. തുണിയെല്ലാം അലക്കി വിരിച്ച് വരുമ്പോഴേക്കും മോനൂട്ടൻ ഉണർന്നു. അവന് പാലും ബിസ്ക്കറ്റും കൊടുത്ത് മേല് കഴുകി മംഗലത്തമ്മയെ ഏൽപ്പിച്ചു. മംഗലത്തമ്മ മോനൂട്ടനുമായി കിച്ചണിലിരുന്നു. ബാല ജോലി ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് മോനൂട്ടൻ. എന്തെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവളെ തൊട്ട് സമ്മതിക്കില്ല. മംഗലത്തമ്മ മോനൂട്ടനുമായി കിച്ചണിലിരുന്നു. ബാല ജോലി ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് മോനൂട്ടൻ. എന്തെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവൾ അതൊട്ട് സമ്മതിക്കത്തില്ല. കളിയും ചിരിയും വർത്തമാനവുമായി അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും ആദി വരുന്നുണ്ടോയെന്ന് നോക്കി. അവൻ ചിലപ്പോൾ വൈകും മോളെ, നമുക്ക് കഴിക്കാം. അവളുടെ എത്തി പുറത്തേക്കുള്ള നോട്ടം കണ്ടപ്പോൾ മംഗലത്തമ്മ പറഞ്ഞു. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം ആദി സാറിനില്ലല്ലോ, ഇവിടെ വന്നിട്ടല്ലേ കഴിക്കൂ. പണ്ട് മുതലേ ഉള്ള ശീലമാണ്. പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത് അവനെ കൊണ്ട് പറ്റില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മോനൂട്ടൻ ഉറങ്ങി. കുഞ്ഞിനെ കൊണ്ട് അകത്ത് കിടത്തി വീട് മുഴുവൻ അടിച്ചു വാരി. പിന്നെയും എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോയെന്ന് ഓർത്ത് നോക്കി. അപ്പോഴാണ് ഉണങ്ങിയ തുണികൾ പെറുക്കിയില്ലല്ലോ എന്ന ഓർമ്മ വന്നത്. ഉണങ്ങിയ തുണികളെല്ലാം വാരി മാറ്റി മെഷീനിൽ ബാക്കിയുണ്ടായിരുന്ന തുണിയെല്ലാം അയയിൽ വിരിച്ചു. ഉണങ്ങിയ തുണിയുമായി അകത്തേക്ക് കയറി. മംഗലത്തമ്മയുടെയും മോനൂട്ടൻ്റെയും തുണികൾ മടക്കി മുറിയിൽ കൊണ്ട് കബോർഡിനുള്ളിൽ വച്ചു. ആദിയുടെ തുണികളെല്ലാം മടക്കിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോയി കബോർഡിൽ വെച്ച് ഷീറ്റും മാറ്റി വിരിച്ചു. ആദിയുടെ മുറി എപ്പോഴും വൃത്തിയാണ്. ചെറിയൊരു മേശയും അതിലൊരു ലാമ്പും വായിക്കാനുള്ള കുറച്ചധികം പുസ്തകങ്ങൾ വളരെ ഭംഗിയായി ഷെൽഫിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കാണാം അതുമായി പുറത്തെ ബാൽക്കണിയിൽ ചെന്ന് മാന്തോപ്പിലേക്ക് നോക്കി കിടക്കുന്നത്. അവൾ കുറച്ചു നേരം ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി. അവിടെ നിന്ന് നോക്കിയാൽ വളരെ നേർത്തൊരു പൊട്ടുപോലെ തങ്ങളുടെ വീടും ആ ഭാഗവും ഒക്കെ കാണാൻ കഴിയും. കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ മാന്തോപ്പിൽ നിന്നും വരുന്ന കാറ്റിൻ്റെ സുഖത്തിൽ അവൾ അവിടെയുണ്ടായിരുന്ന ദിവാങ്കോട്ടിൽ കിടന്നു. ഇളം കാറ്റ് വീശുന്നത് കൊണ്ടാവാം അറിയാതെ കണ്ണുകൾ മാടിപ്പോയി. ആ സുഖത്തിൽ ബാല അവിടെ കിടന്നുറങ്ങിപ്പോയി. ഏകദേശം 3 മണിയായപ്പോഴാണ് ഓഫീസിലെ അത്യാവശ്യ പണികളെല്ലാം ചെയ്തു തീർത്തത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആദി റിലാക്സായി. ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങട്ടെ സർ. മീര ചോദിക്കുമ്പോൾ ആലോചിക്കാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ വേണ്ടെന്ന് പറഞ്ഞു.
എന്തുകൊണ്ടോ ആ സമയത്ത് ബാലയെയാണ് ഓർമ്മ വന്നത്. ഭക്ഷണമുണ്ടാക്കി അത് സന്തോഷത്തോടു കൂടി വിളമ്പി കഴിച്ച് തീരുന്നത് വരെ അവൾ അടുത്ത് തന്നെ കാണും. ആദ്യമൊക്കെ എല്ലാം എടുത്തു വെച്ച് അടുക്കളയിൽ കതകിന് പിന്നിൽ മാറി നിൽക്കുമായിരുന്നു. ശങ്കരമ്മാവന് വയ്യാതായതോടുകൂടി പിന്നെ ആ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു. അമ്മാവനെ പോലെ അടുത്തു നിന്ന് അവളും എല്ലാം വിളമ്പിത്തരും. ഇപ്പോൾ അതൊരു ശീലമായി പോയി. ഇനി അത്യാവശ്യ പണികളൊന്നുമില്ലല്ലോ മീര? ഇറങ്ങി വരുമ്പോൾ മീരയുടെ ക്യാബിനിലേക്ക് നോക്കി ആദി ചോദിച്ചു. നോ സർ, നത്തിങ്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ മീര, ഞാൻ എന്നാൽ ഇറങ്ങുന്നു. അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി നേരെ ശങ്കരമ്മാവനെ കാണാൻ പോയി. 2-3 ദിവസമായി അവിടേക്ക് പോയിട്ട്. ചെല്ലുമ്പോൾ ശങ്കരമ്മാവൻ ഉച്ചയൂണ് കഴിഞ്ഞ് ഉറക്കത്തിലാണ്. അന്ന് സുഖമില്ലാതെ ആയതിൽ പിന്നെ വല്ലാത്ത ക്ഷീണമുണ്ട് ആ മുഖത്ത്. സരോജാൻ്റി വിളിച്ചുണർത്തിയപ്പോൾ ആദിയാണെന്നറിഞ്ഞ് ചാടി എഴുന്നേറ്റു. വെപ്രാളത്തിൽ എഴുന്നേറ്റത് കൊണ്ടാണെന്ന് തോന്നുന്നു. വല്ലാതെ തലചുറ്റി. പിടിച്ചില്ലായിരുന്നുവെങ്കിൽ നിലത്ത് വീണു പോയേനെ. കുറച്ചേറെ സമയം അവിടെ ഇരുന്ന് വിശേഷങ്ങൾ പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും എന്തോ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവായി. പൊന്നുമംഗലത്ത് ബാല തിരികെ വന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം ശങ്കരമാവനായിരുന്നു. കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയിട്ടും ബാലയുടെ അനക്കമൊന്നുമില്ല. സാധാരണ തൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ ഉടനെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വരുന്നവളാണ്. ഇന്നിപ്പോൾ വന്നില്ല. ആദ്യം ചിന്തിച്ചത് അങ്ങനെയാണ്. അകത്തേക്ക് കയറി കതക് തുറക്കുമ്പോൾ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കള ഭാഗത്തേക്ക് എത്തി നോക്കുമ്പോൾ അവിടെയും ആളെ കണ്ടില്ല. അമ്മയുടെ മുറിയിൽ വന്ന് പതിയെ ഡോർ തുറക്കുമ്പോൾ മോനൂട്ടനും അമ്മയും സുഖ ഉറക്കത്തിലാണ്. പിന്നെ അവരെ ഉണർത്താൻ തോന്നിയില്ല. എന്തായാലും ആള് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം വീടും ചുറ്റുപാടുമൊക്കെ അത്രമാത്രം വൃത്തിയായി ഇട്ടിട്ടുണ്ട്. നേരത്തെ പോയി കാണും എന്തെങ്കിലും എന്നൊക്കെ കരുതി മുകളിലേക്ക് പോയി. റൂം തുറന്നു നോക്കുമ്പോൾ അവിടെയും വിരിയൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട്. ഇട്ടിരുന്ന ഡ്രസ്സ് മാറി ഫ്രഷായി ആദി പുറത്തേക്കിറങ്ങി. എന്തായാലും ഊണ് കഴിക്കാനുള്ള ഉത്സാഹമൊക്കെ കെട്ടടങ്ങി. താഴേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് ബാൽക്കണിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. എന്തുകൊണ്ടോ പ്രിയപ്പെട്ട ഒരാളുടെ സാമീപ്യം അവിടെ ഉള്ളതുപോലെ തോന്നി. കാലുകൾ അവിടേക്ക് ചലിച്ചു. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ദിവാൻകോട്ടിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ബാല. എന്തോ വല്ലാത്ത ഭംഗി തോന്നി അവളുടെ ആ കിടപ്പിൽ. കയ്യിലെ മൊബൈൽ എടുത്ത് പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്തു. മൊബൈൽ മാറ്റിവെച്ചു. ആ ഉറക്കം കണ്ടാൽ വിളിക്കാൻ തോന്നില്ല. പക്ഷേ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ അവൾ? ഇല്ലയോ? ഒന്നും അറിയില്ലല്ലോ. ഇനി വയ്യായ്മ എന്തെങ്കിലും ഉണ്ടോ? അതും അറിയില്ല. ഇങ്ങനെ ഇവിടെ വന്ന് കിടന്നുറങ്ങുന്ന ശീലമൊന്നും ഇത്ര നാളായി കണ്ടിട്ടില്ല. ദിവാൻകോട്ടിൻ്റെ താഴെ നിലത്തായി മുട്ടുകുത്തിയിരുന്നു ആദി. ആ മുഖത്തേക്ക് അല്പം നോക്കിയിരുന്നു. മനസ്സ് വല്ലാതെ ശാന്തമാകുന്നത് ആദി അറിഞ്ഞു. അവളെ ഉണർത്താൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ താഴേക്ക് പോയി. മനസ്സ് വല്ലാതെ ശാന്തമാകുന്നത് ആദി അറിഞ്ഞു. അവളെ ഉണർത്താൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ശബ്ദമുണ്ടാക്കാതെ താഴേക്ക് പോയി. സ്വന്തമായി വിളമ്പിക്കഴിക്കാൻ മടിയായതുകൊണ്ട് ടി വിയും വെച്ച് അതിൽ നോക്കിയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന ബാല വേഗം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിൽ ആദി ഇരിപ്പുണ്ട്. ഇതെപ്പോ വന്നു? എന്താ എന്നെ വിളിക്കാത്തത്? അമ്പരപ്പ് കൊണ്ട് പെണ്ണിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആദിക്ക് ചിരിയാണ് വന്നത്. ആ മുഖത്ത് അത്രയും ഇപ്പോൾ ദേഷ്യവും വാശിയുമാണ്. ഞാൻ വന്നപ്പോൾ താൻ സുഖ ഉറക്കം. ഉറങ്ങുന്ന ഒരാളെ ഒരിക്കലും ശല്യം ചെയ്യാൻ പാടില്ല എന്നാണ് അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചില്ല. സാറിന് വിശക്കുന്നില്ലേ? എന്നിട്ടാണോ ടി വി കാണുന്നത്? വിശപ്പുണ്ട്, പക്ഷെ തനിയെ വിളമ്പി കഴിക്കാൻ മടി. മുഖവും വീർപ്പിച്ചുകൊണ്ട് ബാല തന്നെ ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചു. അവളുടെ കട്ടായങ്ങൾ നോക്കി ചിരിച്ച് ആദി കഴിക്കാനിരുന്നു. അടുക്കളയിലേക്ക് പോകാനാഞ്ഞവളെ, അതെന്തൊരു പോക്കാടോ? എനിക്കൊരു കമ്പനി തരാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. അല്ലെങ്കിലും ആദ്യം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല. കഴിക്കാൻ നേരം ആരുടെയെങ്കിലും അടുത്ത്. അതെന്തൊരു പോക്കാടോ? എനിക്കൊരു കമ്പനി തരാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. അല്ലെങ്കിലും ആദ്യം ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല. കഴിക്കാൻ നേരം ആരെങ്കിലും അടുത്ത് വേണം. അത് നിർബന്ധമാണ്. ഇവിടെ വന്ന് കുറച്ച് ദിവസത്തിനകം താൻ മനസ്സിലാക്കിയ കാര്യമാണ്.
അതുകൊണ്ട് തന്നെ കൂടുതൽ മുഖം വീർപ്പിക്കാതെ അവൻ അടുത്തായി വന്നിരുന്നു. താൻ ഇങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ എങ്ങനെയാടോ? ഒരു പ്ലേറ്റ് എടുത്ത് അല്പം എന്തെങ്കിലും വിളമ്പി കഴിക്കുക. വേണ്ട, ഞാനും മംഗലത്തമ്മയും മോനൂട്ടനും കൂടി കഴിച്ചതാ, സാറ് കഴിച്ചാൽ മതി. അതെന്തൊരു പറച്ചിലാടോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വെറുതെ ഇരിക്കാനാണെങ്കിൽ വേണ്ട, താൻ എന്തെങ്കിലും കഴിക്കുക. ഒടുവിൽ ആദിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു പ്ലേറ്റിൽ അല്പം ചോറുമെടുത്ത് ബാലയും അവനോടൊപ്പം കഴിച്ചു തുടങ്ങി. കഴിച്ചു കഴിഞ്ഞ് ബാല പാത്രങ്ങളും കഴുകി വരുമ്പോൾ ആദി ടി വിയുടെ മുന്നിലുണ്ട്. മോനൂട്ടൻ ഉണർന്ന് കരയുന്ന ശബ്ദം കേട്ടപ്പോൾ ബാല വേഗം മുറിയിൽ ചെന്നു. മംഗലത്തമ്മ ഉറക്കമാണ്. അതുകൊണ്ട് തന്നെ അവരെ ഉണർത്താതെ കുഞ്ഞിനെയും എടുത്തവൾ പുറത്തേക്ക് വന്നു. ആദിയെ കണ്ടപ്പോൾ മോനൂട്ടൻ അവൻ്റെ നേർക്ക് ചാടി. ചായയും കുറച്ച് പഴംപൊരിയും ഉണ്ടാക്കിയതിന് ശേഷമാണ് മംഗലത്തമ്മയെ വിളിക്കാൻ പോയത്. എഴുന്നേറ്റ് വരുമ്പോൾ കണ്ടു ആദിയും കുഞ്ഞും കൂടി ചായ കുടിക്കുന്നത്. പഴംപൊരി ചെറുതായി നുള്ളിയെടുത്ത് ചൂടാറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് വയ്ക്കുന്നുണ്ട് ആദി. എന്തുകൊണ്ടോ അത് കണ്ടപ്പോൾ മംഗലത്തമ്മയ്ക്ക് സങ്കടം വന്നു. നേരിയതിൻ്റെ തുമ്പുകൊണ്ട് കണ്ണുകളൊപ്പി അവർ വേഗം ചായ കുടിച്ചു. രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കറിയും ആക്കിയതിന് ശേഷമാണ് ബാല ഉച്ചത്തെ ചോറും കറികളും പാത്രത്തിലാക്കി കൊണ്ടുപോകാനായി എടുത്തു വെച്ചു. ഉച്ചയ്ക്ക് നമുക്ക് 3 പേർക്കുമുള്ള ആഹാരം ഉണ്ടാക്കിയാൽ പോരെ അമ്മേ? അതുകൊണ്ടല്ലേ എനിക്ക് ബാക്കി വരുന്നത് വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരുന്നത്. വൈകുന്നേരം ഉണ്ണിക്കുട്ടനും കൂടി കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കുന്നത്. അതെന്തായാലും അവന് കൊണ്ടു കൊടുക്കണം. മംഗലത്തമ്മ കട്ടായം പറഞ്ഞപ്പോൾ താൻ ഭക്ഷണവുമായി ചെല്ലുന്നത് നോക്കിയിരിക്കുന്ന ഉണ്ണിക്കുട്ടനെയാണ് ബാലയ്ക്ക് ഓർമ്മ വന്നത്. അവൾ വീടെത്തുമ്പോൾ ഉണ്ണിക്കുട്ടൻ കാത്തിരിപ്പുണ്ട്. ചെന്ന് കയറിയ പാടെ അവനുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ബാല ഡ്രസ്സ് മാറാനായി അകത്തേക്ക് പോയി. ഇന്നെന്താ അമ്മയും ലക്ഷ്മിയും ഇത്ര താമസിക്കുന്നത്? വഴിയിലേക്ക് കണ്ണും നട്ടിരുന്നു ബാല. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയും ലക്ഷ്മിയും വന്നു. ഇന്നെന്താ അമ്മ ഇത്രയും വൈകിയത്? കുറച്ച് കല്ല് വന്നു, അത് ഇറക്കാനുണ്ടായിരുന്നു. കൂടുതൽ അധ്വാനിച്ചതിൻ്റേതാണെന്ന് തോന്നുന്നു. ലക്ഷ്മിക്ക് എല്ലാത്തിനോടും ദേഷ്യം തോന്നി. ആദ്യമൊക്കെ തൊട്ടും തലോടിയും നിന്നിരുന്നവളെ കൊണ്ട് ഇപ്പോൾ കൂടെയുള്ള പെണ്ണുങ്ങളെല്ലാം നന്നായി പണിയെടുപ്പിക്കും. അവൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സുമത്തിന് സങ്കടം തോന്നുമെങ്കിലും അവളുടെ അഹങ്കാരത്തിന് ഇത്രയെങ്കിലും വേണമല്ലോ എന്നവർ കരുതും. വന്ന ഉടനെ കുളിച്ച് വേഷം മാറി ഒരു കിടപ്പാണ് ലക്ഷ്മി. അത് പിന്നെ ആഹാരം കഴിക്കാൻ നേരത്ത് മാത്രമേ എഴുന്നേൽക്കൂ. തുടരും രുദ്രപ്രിയ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സുഹൃത്തുക്കളെ. നിറയെ സ്നേഹത്തോടെ രുദ്ര.